കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആ, പ്രത്യേകിച്ച് ഇനി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല സമയത്തിനായി നന്ദി പറയുകയാണ്. ഇതിനകത്തുള്ള എല്ലാ ആ, അഭിഷിക്തന്മാർക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച പ്രിയ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രവർത്തനവും മീറ്റിംഗും എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിന്റെ സമയമാണ്. നല്ല ഒരു ഉറക്കത്തിന്റെ ഒരു മൂടിനകത്തോട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എങ്കിലും ഈ ഒരു തലമുറ ഈ സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഒരു തലമുറ ഇങ്ങനെ കൂടിയിരുന്ന് വചനത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. ഒരു തലമുറയ്ക്ക് പറ്റാത്തത് ഒരു തലമുറയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവർ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ അവർ സ്പെഷ്യൽ ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു തലമുറയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു തലമുറയിലൂടെ ദൈവം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു തലമുറയിലൂടെ ദൈവം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ആ തലമുറ ദൈവരാജ്യത്തിനകത്ത് സ്പെഷ്യലാണ്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഈ 3 മണി പ്രയർ അല്ലെങ്കിൽ 3:30 മണി തൊട്ട് നിങ്ങൾ ഇന്ത്യൻ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, തിരക്കെല്ലാം കഴിഞ്ഞു വെച്ചിട്ട് വേണ്ടി ഇതിനെല്ലാം സമയങ്ങൾ ചെലവഴിച്ചിരിക്കുന്നത്, ഞാൻ ഒരു കാര്യം പറയാം, ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെടാൻ ഒരു ദൈവപ്രവൃത്തിയായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവ് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ദേവദാസൻ പറഞ്ഞതുപോലെ എന്റെ പേര് അനു എന്നാണ്. എന്റെ പ്രോപ്പർ സ്ഥലം ചാത്തന്നൂരാണ്. ഞാൻ മിനിസ്ട്രി ചെയ്യുന്നത് കൊല്ലം ടൗണിലാണ്. ഒരു എളിയൊരു പ്രവർത്തനം തീരദേശവുമായി ബന്ധപ്പെട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാത്ത, ആരും കൈവെക്കാത്ത ഒരു ഏരിയയാണ് തീരദേശം എന്ന് പറയുന്നത്. ആ തീരദേശവുമായി ബന്ധപ്പെട്ട് ഞാനും വേറൊരു ദേവദാസനും കൂടി 3.5-4 വർഷം കൊണ്ട് അവിടെ ഒരു ചെറിയൊരു പ്രവർത്തനം തുടങ്ങി. കർത്താവിന്റെ കൃപയാൽ ഇപ്പോൾ 100-ലധികം ആൾക്കാര് അവിടെ സൺഡേയിൽ നമുക്ക് ആരാധിക്കാൻ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ മിനിസ്ട്രികൾ, ഞങ്ങളുടെ ചർച്ച് മുൻപോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു ഒറ്റ പ്രത്യേകത എന്ന് പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ബെന്തക്കോസുകാരില്ല. ഞങ്ങളുടെ ചർച്ചിനകത്ത് ബെന്തക്കോസുകാരില്ല. നമ്മുടെ ചർച്ചിനകത്ത് മുഴുവനും ജാതികൾപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ചർച്ചിനകത്ത് വലിയ ഉണർവുകളും വലിയ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളും നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ചർച്ചിനകത്ത് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഈ സൺഡേയോടെ കഴിഞ്ഞു. ചർച്ചിനകത്ത് വളരെ പരിശുദ്ധാത്മാവിന്റെ മൂവും പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളും വെളിപ്പെടാൻ ദൈവം സഹായിച്ചു. ഞാൻ പറയാം, ഇന്ന് ഈ രാത്രിയിലും നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ പറയാം, ഈ കൂട്ടത്തിനകത്തും പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങളെ കർത്താവ് തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ രാത്രിയിലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവീകമായ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും കൊണ്ടുതരാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട് പ്രാരംഭ സമയങ്ങൾക്കകത്ത് വലിയ ക്രൈസിസിനകത്തൂടെ ഞങ്ങൾ കയറിപ്പോയി. വലിയ ക്രൈസിസിനകത്തൂടെ, ഒന്നുകൂടെ പറഞ്ഞാൽ ദേശത്തിനകത്ത് നിർത്തത്തില്ല എന്നും പറഞ്ഞിട്ടുള്ള വലിയ എതിർപ്പുകൾ തീരദേശത്ത് നിന്ന് ഞങ്ങൾക്കുണ്ടായപ്പോൾ ഞാൻ പറയാം, ഈ വളർത്തുന്നൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ എത്ര പ്രതികൂലം വന്നാലും എത്ര വലിയ സാഹചര്യം വന്നാണെങ്കിലും വളർത്തുന്ന ഒരു ദൈവമുണ്ട്. അതിനെ പൊളിക്കാൻ ഒരു ശക്തിക്കും ഒരു സിസ്റ്റത്തിനും കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളെ വളർത്തുന്നത് ദൈവമാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല, ഒരു ദൈവമാണ് നിങ്ങളെ വളർത്തുന്നതെങ്കിൽ പ്രാഗൽഭ്യത്തോടെ പറയാം, നിങ്ങൾ ഒന്നിനെ പറ്റിയും അധൈര്യപ്പെട്ടു പോകല്. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒന്നിനകത്തും പരാജയപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നല്ലൊരു ആമേൻ പറഞ്ഞ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഇരിക്കുക. എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന 1-2 അനുഭവങ്ങളോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയം നമ്മുടെ മുമ്പിൽ ഏറെയില്ല. എങ്കിലും കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൈവശബ്ദം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം എടുത്ത്
വേദപുസ്തകം എടുത്ത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അതിന്റെ 18-19 വാക്യങ്ങൾ, മത്തായി എഴുതിയ സുവിശേഷം 16-ന്റെ 18-19 വാക്യങ്ങൾ അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഏറ്റവും എളുപ്പം നമ്മുടെ മനസ്സിനകത്ത് ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്ന ഒരു വചനമാണ്. യേശു പറഞ്ഞൊരു കാര്യമാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ എന്നോട് പറയുന്നു. ഒന്നും കൂടെ ഞാൻ വചനം റിപ്പീറ്റ് വായിക്കുകയാണ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനത്തെ പറ്റിയും ഈ വചനത്തിനകത്തുള്ള പല മർമ്മങ്ങളും പല വെളിപ്പാടുകളും പ്രസംഗിക്കുകയും അനേക തലമുറകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരുപാട് പിതാക്കന്മാരിരിക്കുന്ന ഒരു സൂമാണിത്. എങ്കിലും അടിയനകത്ത് പരിശുദ്ധാത്മാവ് തന്ന ഒരു വെളിപ്പാട് നിങ്ങളോട് പറഞ്ഞ് ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, യേശു പറയുന്ന ഒരു കാര്യമാണ്, പത്രോസേ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന നിങ്ങളോടും ഈ വചനം കൃത്യമായി സംസാരിക്കുകയാണ്. നിങ്ങൾ ഒന്നിനകത്തും അല്ലെങ്കിൽ ഒന്നും നിങ്ങളെ തോൽപ്പിക്കത്തില്ല എന്നൊരു ശക്തമായൊരു ദൂത്. ഒന്നും നിങ്ങളെ തോൽപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ളൊരു ദൈവശബ്ദം. ഹല്ലേലൂയ. ഇത് യേശു പറയുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശു അവിടെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജനങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു? ജനങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു? ഒന്നുകൂടെ ചിന്തിക്കുക. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ യേശുവിനെ പറ്റി ഒരു യേശുവിനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നു. യേശുവിനെ പറ്റി അവർക്ക് അറിവുണ്ടായിരുന്നു. ആ അറിവ് യേശുവിനെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ ചിന്തിച്ചൊരു കാര്യം, യേശുവെ, നിനക്ക് നിന്നെ പറ്റി നല്ലതുപോലെ അറിയാം. നീ ആരാണെന്നും നീ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും നീ എന്തിനാണ് ഈ 3.5 വർഷക്കാലം ശുശ്രൂഷിക്കാൻ വന്നതെന്നും എന്തെല്ലാം സഹിക്കാൻ പോകുന്ന വ്യക്തിയാണെന്നും ഈ സഹിച്ചിട്ട് നീ എന്തിലോട്ട് കയറിപ്പോകുന്ന ദൈവമാണെന്നും എല്ലാം നിനക്കറിയാം. എന്നിട്ടും യേശുവെ, നീ എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാരോട് നിന്നെ പറ്റി ചോദിക്കുന്നത്? ഹല്ലേലൂയ. ഞാനിത് ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മളെ പറ്റി ചിലപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നല്ലത് പറയുന്നത് ശ്രദ്ധിക്കുന്നതിനേക്കാൾ നമ്മളെ പറ്റി തിരുത്തലുണ്ടെങ്കിൽ പറയുന്നത് അത് ശ്രദ്ധിക്കാൻ നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾക്ക് എപ്പോഴും നല്ലത് പറയുന്ന ആൾക്കാരെ മതി. നല്ല കാര്യങ്ങൾ പറഞ്ഞ് നീ ഇങ്ങനാണ്, സൂപ്പറാണ്, നിന്റെ പ്രസംഗം അടിപൊളിയാണ്, ഇങ്ങനെ പറയുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. പക്ഷെ നമ്മളെ തിരുത്തുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ ഞാൻ പറയാം, അവരുടെ കൂടെ കൂടുതൽ നേരം നമ്മൾ അസോസിയേഷൻ ചെയ്യണം. കാരണം തിരുത്തലുകളാണ് നമ്മുടെ വേഗതകൾ വർദ്ധിപ്പിക്കുന്നത്. നല്ലൊരു ആമേൻ പറയാമോ? നമ്മളെ തിരുത്തലുകളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് തിരുത്തലുകൾ ഇഷ്ടമല്ല. തിരുത്തലുകൾ അവനെ പറ്റി എപ്പോഴും ഇങ്ങനെ നല്ലത് പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞ കൊല്ലം ഭാഷയിൽ പറഞ്ഞ പൊക്കി പറയുന്നവനെയാണ് ഞാൻ പറയാം. പൊക്കി നിന്റെ ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ വീഴ്ച വലുതായിരിക്കും. പക്ഷെ തിരുത്തലിനകത്തൂടെ ഒരു തലമുറ വളരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. ഇവിടെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നെ പറ്റി ഈ തലമുറ എന്തു പറയുന്നു? എന്നെ പറ്റി ഈ തലമുറ എന്നെ പറ്റി എന്തു പറഞ്ഞു? കാരണം 30 വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്ന ചില പേരുകളുണ്ട്. 30 വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്ന ചില പേരുകളുണ്ട് ജനത്തിന്റെ ഇടയിൽ. തച്ചന്റെ മോൻ, വ്യഭിചാരപുത്രൻ, യോസഫിന്റെ മകൻ. ഭയങ്കര ഐഡന്റിറ്റിയാണ് യേശുവിന് 30 വർഷമായിട്ട് ഒരു തലമുറ കൊടുത്തു വന്നിരിക്കുന്നത്. പക്ഷെ അടുത്തൊരു ശുശ്രൂഷയുടെ ലെവലിലോട്ട് കയറിയപ്പോൾ, അല്ലെങ്കിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അടയാളങ്ങളും യേശു ചെയ്യാൻ തുടങ്ങിയപ്പോൾ, യേശുവിന് വീണ്ടും ഒരു ആഗ്രഹം, ജനങ്ങൾ എന്നെ പറ്റി എന്തു പറയുന്നു? ജനങ്ങൾ എന്നെ പറ്റി വീണ്ടും എന്തു പറയുന്നു? നേരത്തെ അറിവ് യേശുവിനുണ്ട്. പക്ഷെ വീണ്ടും രണ്ടാമതും ചോദിക്കുന്ന ഒരു ചോദ്യം, ആ അറിവിനകത്ത് തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ പറയാം യോസഫിന്റെ മകനായി, വ്യഭിചാരപുത്രനായി, തച്ചന്റെ മകനായി ഇപ്പോഴും ആ ലേബലിൽ തന്നെയാണോ അറിയപ്പെടുന്നത് എന്നറിയാൻ യേശുവിന്റെ ആഗ്രഹം.
പക്ഷെ യേശുവിന് കിട്ടിയ റിപ്പോർട്ട് ഇതാണ്: യേശുവെ, അങ്ങനല്ല. ഇന്നലെ വരെ അറിഞ്ഞത് നിന്നെ വല്ലാത്തൊരു പേരിലും വല്ലാത്തൊരു സാഹചര്യത്തിനകത്തുമാണെങ്കിൽ, ഇന്ന് ജനത്തിന്റെ ഇടയിൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ വ്യത്യസ്തമാണ്. ഇന്ന് ജനത്തിന്റെ ഇടയിൽ ഓരോ തലമുറകളും നിന്നെ പറ്റി പറയുന്ന പേരുകൾ വ്യത്യസ്തമാണ്. ഞാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ഒരു ദൂത് ഞാൻ കൈമാറാം. അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ അഭിഷേകം നിന്റെ ഐഡന്റിറ്റികളെ മാറ്റിയിരിക്കും. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞോണം. ഇന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും ദൈവനിയോഗത്തിനകത്ത് നിന്ന് ഞാൻ പറയുകയാണ്, നീ അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയാണെങ്കിൽ, നീ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവനിയോഗത്തെ ചുമക്കുന്ന ഒരു തലമുറയാണെങ്കിൽ, ഞാൻ പറയാം, മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നീ അഭിഷേകത്തിനകത്ത് നിൽക്കുന്ന ഒരു തലമുറയാണെങ്കിൽ അഭിഷേകം നിന്റെ ഐഡന്റിറ്റി മാറ്റും. ഒന്നുകൂടെ പറയാം, ഈ സൂം പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന ചിലരോട് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, അഭിഷേകത്തിന് വേണ്ടി ചുമന്നു കൊടുത്ത് നിൽക്കുന്ന ചിലരുണ്ടെങ്കിൽ ഞാൻ പറയാം, എന്നും താഴ്ത്തപ്പെട്ടവന്റെ പേരായിരിക്കത്തില്ല, എന്നും മോശപ്പെട്ട ഒരു സാഹചര്യത്തിനകത്തൂടെ ആകത്തില്ല നീ പോകുന്നത്, എന്നും കണ്ണുനീരിന്റെ അവസ്ഥയിലകത്തൂടെ ആയിരിക്കത്തില്ല നീ പോകുന്നത്. അഭിഷേകത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി വിൽക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നിന്റെ ഐഡന്റിറ്റിയെ ദൈവം മാറ്റിയിരിക്കും. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സ്വീകരിച്ചോ. ഇന്ന് രാത്രി ഞാൻ എല്ലാവരോടും ഞാൻ പറയല്ല, ഇതിനകത്ത് ഒരു തലമുറ അഭിഷേകത്തിന് വേണ്ടിയും പ്രാർത്ഥനയ്ക്കും വേണ്ടിയും ദൈവരാജ്യത്തിനും വേണ്ടി നിന്നിട്ട് ഇതുവരെ ഒന്നുമായില്ല, ഇതുവരെ എന്റെ കുടുംബത്തിനകത്തും എന്റെ തലമുറകൾക്കും നല്ലൊരു പേര് വന്നില്ല, നല്ലൊരു സാഹചര്യത്തിനകത്തോട്ട് എന്റെ തലമുറ കേറിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, നീ അഭിഷേകത്തിന്റെ മുമ്പിൽ കരയുന്ന ഒരു അപ്പനാണെങ്കിൽ, നീ ദൈവനിയോഗത്തിനകത്ത് കരയുന്ന ഒരു മാതാവാണെങ്കിൽ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ സമയത്തും നീ ഉറക്കമുളച്ച് നീ എന്തിനോ ഒന്നു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ, എനിക്ക് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്. ചിലതിന്റെ പേരുകളെ മാറ്റാനുള്ള അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേൾക്കുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോളാം. കാരണം എവിടെയൊക്കെയോ നിന്റെ തലമുറകൾക്കും നിന്റെ കുടുംബത്തിനും പൈശാചിക ലോകമിട്ട നെഗറ്റീവ് നെയിമുകളെ, ഒന്നും കൂടെ പറഞ്ഞാൽ കൊള്ളാത്ത പേരുകളെ മാറ്റി നിന്റെ നിയോഗത്തിനകത്തോട്ട് കയറ്റി വിടുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുടെ മേൽ കർത്താവ് പകരാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സ്വീകരിച്ചോളാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത്. ഞങ്ങളുടെ ചർച്ച കൊല്ലം പട്ടണത്തിനകത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ചർച്ചിനെ ആ കൊല്ലത്തിന്റെ തലമുറകൾ, അല്ലെങ്കിൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ തീരദേശം എന്ന് പറയുന്ന ഒരു സ്ഥലം ഞങ്ങൾക്കിട്ടൊരു പേരുണ്ട്. ഞങ്ങൾക്കിട്ടൊരു പേരെന്ന് പറയുന്നത് ആളുകളെ കൂട്ടുന്ന കുടുംബം, അല്ലെങ്കിൽ ബെന്തക്കോസുകാരാക്കുന്ന കൂട്ടം, അന്യഭാഷ പഠിപ്പിക്കുന്ന കൂട്ടം. നോക്കണമേ, ഒരു സഭയ്ക്ക് ഇട്ട പേര് പലതാ, പേര് പലതാ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്ക് മറ്റൊരു തലമുറ ഇട്ട ഒരു പേരാണ് തീയെ വഹിക്കുന്ന തലമുറ. ഒന്നുകൂടെ പറയാം, തീയെ വഹിക്കുന്ന തലമുറ. ഇന്നലെ വരെ ഞങ്ങളുടെ സഭയ്ക്കിട്ട പേരെന്ന് പറഞ്ഞത് ആളെ കൂട്ടുകയും അന്യഭാഷ പഠിപ്പിക്കുകയും കള്ളത്തരം എന്ന് പറഞ്ഞ ഒരു തലമുറ എന്ന് ദേശം പറഞ്ഞപ്പോൾ, അതേ ദേശത്തെ വെച്ചുകൊണ്ട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഇവർ നിസ്സാരപ്പെട്ട തലമുറയല്ല, ഇവർ തീയെ വഹിക്കുന്നവരാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ചർച്ച് തുടങ്ങി 10-ാം മാസമായപ്പോൾ ചർച്ച് ആ ദേശം വിട്ട് ഓട്ടിക്കാൻ വേണ്ടി അവിടെ ആഭിചാരങ്ങളും മന്ത്രങ്ങളും, ഒന്നും കൂടെ പറഞ്ഞാൽ ദേവദാസ, ഞങ്ങൾ സ്ഥാപിച്ച സഭയെ തകർക്കാൻ വേണ്ടി ആ തീരദേശത്ത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് ആഭിചാരം ചെയ്തവരുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് മന്ത്രവാദം ചെയ്ത് ദേവദാസന്മാരായി ഞങ്ങളെ ഓട്ടിക്കാൻ വെച്ച ഒരു സമൂഹത്തിന്റെ നടുവിലാണ് കർത്താവ് ഞങ്ങളെ നിർത്തിയിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവനിയോഗത്തെ നിന്നാണ് നീ ചെയ്യുന്നതെങ്കിൽ, ദൈവനിയോഗത്തിനകത്ത് നിന്നാണ് നീ ചിലത് പണിയുന്നതെങ്കിൽ, ഹാലേലൂയ, ഈ ദൂത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, എല്ലാവർക്കും ഒരു ബഹളം പോലെ തോന്നും. പക്ഷെ എന്റെ ഹൃദയം തുറന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ദൈവനിയോഗത്തിനകത്ത് നിന്നാണ് നീ പണിയുന്നതെങ്കിൽ ഞാൻ പറയാം, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞോ. ഇന്നുള്ള പ്രശ്നങ്ങളെ കണ്ട് നീ വേദനപ്പെടല്, ഇന്നുള്ള രോഗത്തെ കണ്ട് നീ അസ്വസ്ഥപ്പെടല്, ഇന്നുള്ള നിന്റെ തലമുറകളുടെ പോക്ക് കണ്ടിട്ട് നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം
ദൈവമാണ് വളർത്തുന്നതെങ്കിൽ, നല്ലൊരു ആമേൻ പറയാമോ? ദൈവമാണ് നിന്റെ നിയോഗത്തെ വളർത്തുന്നതെങ്കിൽ. ഹല്ലേലൂയ. 10 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളെ ചർച്ചിനെ ഒതുക്കുവാൻ ആഭിചാരം ചെയ്തപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദി പറഞ്ഞൊരു കാര്യമുണ്ട്: ഇന്ന് രാത്രി കൊണ്ട് ഈ കൂട്ടം ഈ കൊല്ലം പട്ടണം വിടും. ഇന്ന് രാത്രി കൊണ്ട് ഈ കൂട്ടം ഈ കൊല്ലം പട്ടണം വിടുമെന്ന് പറഞ്ഞു. പക്ഷെ 10 ലക്ഷം രൂപയ്ക്ക് ആഭിചാരം ചെയ്തപ്പോൾ ആഭിചാരം ചെയ്തവർ പിറ്റേ ദിവസം ചെന്ന് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് രാത്രി കൊണ്ട് ഇവർ നാട് കടുമെന്ന്, പക്ഷെ ഇപ്പോഴും അവിടെ പ്രാർത്ഥന നടക്കുന്നുവല്ലോ. വീണ്ടും ആള് പ്രശ്നം വെച്ച് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്: ദേവദാസ, ആലേലു, അവരെ ഓട്ടിക്കാൻ പറ്റത്തില്ല, കാരണം അവരൊരു തീക്കകത്താ നിൽക്കുന്നതെന്ന്. വീണ്ടും ആഭിചാരം ചെയ്യാൻ നോക്കിയപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമാ: അവരെ തൊടാൻ പറ്റത്തില്ല, കാരണം അവര് നിൽക്കുന്നത് ഒരു തീക്കകത്താണ്. ഞാൻ പറയാം, ഇതുപോലെ ഒരു പ്രൊട്ടക്ഷൻ നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇതുപോലൊരു പ്രൊട്ടക്ഷൻ നിനക്കകത്തുണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, ഇനി 10 ലക്ഷം രൂപയുടെ ആഭിചാരം ചെയ്താലും 1 കോടിയുടെ മന്ത്രവാദം ചെയ്താലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ് വളർത്തുന്നതെങ്കിൽ, ദൈവമാണ് പണിയുന്നതെങ്കിൽ. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ചിലരോട്, എല്ലാവരോടുമല്ല, ഈ ദൂതിനെ ആത്മാവിൽ സ്വീകരിക്കുന്ന നിന്നോട് ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു: നിന്നെ വെച്ച് ശത്രുക്കളുടെ മുമ്പാകെ ദൈവം ചിലത് പണിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഈ ദൂത് ഞാൻ എല്ലാവരോടും പറയല്ല, ദൈവനിയോഗത്തിനകത്ത് നിൽക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നു, കുടുംബങ്ങളോട് ഞാൻ പറയുന്നു: ശത്രുക്കളുടെ മുമ്പാകെ നിന്നെ നിർത്തി ദൈവം ചിലത് പണിത് കേറ്റിയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമാണ്, ഈ ജനങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുമ്പോൾ പത്രോസും കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെല്ലാവരും പറയുന്ന ഒരു കാര്യം: യേശുവേ, നീ യോഹന്നാൻ സ്നാപകൻ എന്നും നീ മോശയെന്നും നീ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണെന്നും ശക്തമായ ഒരു അഭിപ്രായമാണ് ജനത്തിന്റെ ഇടയിലുള്ളത്. അപ്പോൾ യേശു കേൾക്കാൻ ആഗ്രഹിച്ചൊരു ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരം ആര് പറയുമെന്ന് ചിന്തിച്ചിട്ടാണ് യേശു ഇവരോട് ചോദിക്കുന്നത്: ഓക്കെ, അവര് പറയുന്നത് അവിടെ നിൽക്കട്ടെ, ഞാൻ യോഹന്നാനായും ഞാൻ പ്രവാചകനായും ഞാൻ മോശയായും ഒക്കെ കറക്റ്റാണ്, അവർക്ക് അത്രത്തോളം വെളിപ്പാടെ കിട്ടിയിട്ടുള്ളു. പക്ഷെ കഴിഞ്ഞ 3-3.5 വർഷമായി നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടും, ഞാൻ ചെയ്യുന്ന വിടുതലുകൾ കണ്ടും, ഞാൻ ചെയ്യുന്ന വീര്യപ്രവർത്തികളെല്ലാം കണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. എല്ലാവരോടും ചോദിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നോട് ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയാം, എല്ലാവരോടും ചോദിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നോട് ചോദിക്കുന്നത്. ഒരു തലമുറ യേശുവിനെ പറ്റി അവരുടെ വെളിപ്പാട് പറയുമ്പോൾ, അവർക്ക് കിട്ടിയ അറിവിൽ നിന്ന് ഉത്തരം പറയുമ്പോൾ, ഈ തലമുറയിൽ ദൈവം നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഒരു വ്യത്യസ്തമായ ഒരു ഉത്തരം പറയുവാൻ നിന്റെ അതരത്തിനകത്തൊരു മറുപടി ഉണ്ടായിരിക്കണം. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊന്ന് ആമേൻ പറഞ്ഞോ. ഹല്ലേലൂയ. എല്ലാവരെയും ചോദിക്കുന്നത് പോലെ അല്ല നിന്നോട് ദൈവം ചോദിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയാം, ഹല്ലേലൂയ, യേശുവിനെ പറ്റി നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടേതായ ഒരു വെളിപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പൗലോസിന്റെ വെളിപ്പാടുകൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പത്രോസിന്റെ വെളിപ്പാടുകൾ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. വേദപുസ്തകത്തിന്റെ അകത്ത് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത ഒരു കൂട്ടം ദേവദാസന്മാരുടെ വെളിപ്പാടുകൾ നമുക്ക് ഒരുപാട് പറയാനും പ്രസംഗിക്കാനും നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആഗ്രഹം അവരുടെ വെളിപ്പാട് പറയാനും അവരുടെ വെളിപ്പാടുകൾ കേൾക്കാനുമല്ല കർത്താവിന് ആഗ്രഹം. കർത്താവിന്റെ ആഗ്രഹം നീ എന്തു പറയുന്നു. ഇന്ന് രാത്രി ചിലരോട് ഞാൻ പറയാം, ഇങ്ങനെ ഒരു ചോദ്യം നിന്റെ അടുത്ത് കർത്താവ് ചോദിച്ചാൽ നിനക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉത്തരം പറയുവാൻ നിന്റെ അകത്ത് യേശുവിനെ പറ്റിയുള്ള ഒരു വെളിപ്പാടുണ്ടായിരിക്കണം. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞോ. ഈ പ്രഭാതത്തിൽ ഈ ദൂത നിങ്ങൾക്ക് മനസ്സിലാകുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞോ. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു മറുപടി നിന്റെ അതരത്തിനകത്ത് നിന്ന് പുറത്തു വരാൻ പറ്റിയാൽ, ഞാനൊരു ദൈവനിയോഗത്തിനകത്ത് നിന്ന് ഞാൻ പറയാം, ആർക്കും കൊടുത്തിട്ടില്ലാത്ത ചിലത് ദൈവം നിനക്കും തരും.
നല്ലൊരു ആമേൻ പറയാമോ? ആലിൽ ഒരു തലമുറയ്ക്ക് പറയാൻ പറ്റാത്തത് നിന്റെ അതരത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഈ തലമുറയ്ക്ക് ആർക്കും കൊടുത്തിട്ടില്ലാത്ത ചിലത് നിനക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇനി ദൂത് സ്വീകരിക്കാൻ പറ്റുന്നവരോട് സ്വീകരിച്ചോ. ഇതിനകത്ത് ആത്മാവിൽ, ഈ ഹൃദയത്തിനകത്ത് ദൂത് കത്തുന്നവരോട് ഞാനൊരു ദൂത് പറയാം, എഴുതി വെച്ചോ. ഈ സീസണിൽ നിന്റെ ശുശ്രൂഷകളുടെ ലെവല് മാറിയിരിക്കും, നിന്റെ പ്രവചനത്തിന്റെ ലെവല് മാറിയിരിക്കും, നിന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറിയിരിക്കും, നിന്റെ പ്രസംഗത്തിന്റെ റേഞ്ച് മാറിയിരിക്കും. കാരണം ആരും പറയാത്തൊരു ഉത്തരം നിന്റെ അതരത്തിൽ ഉള്ള കാലത്തോളം, ഞാൻ പറയും, എല്ലാ പ്രസംഗകാരെ പോലെ ആകത്തില്ല നിന്റെ പ്രസംഗം, എല്ലാവരുടെ പ്രവചനം പോലെ ആകത്തില്ല നിന്റെ പ്രവചനം, എല്ലാവരുടെ വെളിപ്പാട് പോലെ ആകത്തില്ല നിന്റെ വെളിപ്പാട്. കാരണം നീ സ്പെഷ്യൽ ഉത്തരം പറഞ്ഞാൽ, നീ സ്പെഷ്യലായിട്ട് ചില മറുപടികൾ ദൈവരാജ്യത്തിനകത്ത് പറയാൻ നിനക്ക് പറ്റിയാൽ എഴുതി വെച്ചോ, നിന്റെ പ്രസംഗത്തിന്റെ ശൈലികളെ ദൈവം മാറ്റിയിരിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രവചനത്തിന്റെ ശൈലികളെ ദൈവം മാറ്റിയിരിക്കും. ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര നിയോഗത്തോടെ ഞാൻ പറയാം, ഇതിനകത്ത് ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് നിന്ന് ഒരു തലമുറയെ ദൈവം ഉയർത്താൻ പോകുന്നു. കാരണം അവരുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തമാണ്. അവരുടെ പ്രസംഗം മറ്റുള്ളവരുടെ പ്രസംഗത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ എനിക്ക് ഭയങ്കര ബോധ്യമുണ്ട്, അവൻ ദൈവരാജ്യത്തിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. അവൻ ദൈവരാജ്യത്തിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓക്കെ, ആ ജനങ്ങളെല്ലാം പറയുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷെ നിങ്ങൾ എന്നെ പറ്റി എന്തു പറയുന്നു? നിങ്ങൾ എന്നെ പറ്റി എന്തു പറയുന്നു? അതാണ് യേശുവിന് കേൾക്കാൻ കൂടുതൽ താല്പര്യം. ഹല്ലേലൂയ. കൂടെ നടക്കുന്ന നിങ്ങൾ എന്നെ പറ്റി എന്തു പറയുന്നു? കൂടെ നടക്കുന്ന നിങ്ങൾ എന്നെ പറ്റി എന്തു പറയുന്നു? ഇന്ന് ഈ പ്രഭാതത്തിനകത്തും നിങ്ങളോട് കർത്താവ് ചോദിച്ചാൽ എന്തുത്തരം നമുക്ക് പറയാൻ പറ്റും? ഈ പ്രഭാതത്തിലും നിങ്ങളുടെ തോളത്ത് തട്ടി, മോനെ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കരുത് നീ, മെനഞ്ഞാന്ന് പ്രസംഗിച്ചത് ആവർത്തിക്കരുത് നീ. ഈ പ്രഭാതത്തിൽ നിന്റെ തോളത്ത് തട്ടി ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ആലേലും നിനക്ക് പറയാൻ ഒരു ഉത്തരമുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അധികാരത്തിന്റെ താക്കോൽ അവൻ നിനക്ക് തരും. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. നിങ്ങൾ ഇങ്ങനത്തെ പ്രസംഗമാണോ കേൾക്കാൻ ആഗ്രഹിച്ചതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം, എവിടെയോ നിന്റെ കയ്യിൽ ചില പുതിയ താക്കോലുകളെ തരാൻ കർത്താവ് ആഗ്രഹിക്കുക. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പ്രസംഗത്തിനകത്തുണ്ടായിരിക്കും, ശുശ്രൂഷയ്ക്കകത്തുണ്ടായിരിക്കും, ഭയങ്കര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സമയത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ടൊരു വ്യക്തിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് നിനക്ക് അധിക നാൾ ഓടാൻ പറ്റത്തില്ല, അധിക നാൾ നിനക്ക് ഓടി നിൽക്കാൻ പറ്റത്തില്ല. ഈ സീസണിൽ വേറിട്ടൊന്ന് വെളിപ്പാടിനകത്ത് നിനക്ക് നിൽക്കാൻ പറ്റിയാൽ, നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ എത്ര പേരുണ്ട്? ഇതിനകത്ത് അഭിഷിക്തന്മാർ ഒരുപാടുണ്ട്, പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇനിയും കർത്താവിന് നിന്നെ ഉപയോഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ പറയുന്നൊരു കാര്യം, അയ്യോ മുടി പൊഴിഞ്ഞല്ലോ, ശരീരം ചുക്കിച്ചുളങ്ങിയല്ലോ, ആലേലിയ പല്ലെല്ലാം പോയാൽ ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്ന നിന്നോടാ പറയുന്നത്, എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു പുതിയ വെളിപ്പാട് ഈ പ്രഭാതത്തിൽ നിനക്ക് പറയാൻ നിനക്ക് പറ്റിയാൽ എഴുതി വെച്ചോ, ഈ പ്രഭാതം തൊട്ട് നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അടുത്തൊരു അപ്ഡേഷൻ എന്റെ കർത്താവ് ചെയ്തിരിക്കും. ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ ചില അഭിഷിക്തന്മാരോട് ഞാൻ പറയും, ഇത് ഞാൻ സ്വീകരിക്കാൻ പറ്റും, നിങ്ങൾ സ്വീകരിച്ചോ. ഇന്ന് മുതൽ ചിലരുടെ ശുശ്രൂഷയുടെ ശൈലികളെ കർത്താവ് മാറ്റും. ഇന്ന് തൊട്ട് നിന്റെ വെളിപ്പാടിന്റെ റേഞ്ചിനെ കർത്താവ് മാറ്റും. ഇന്നു മുതൽ നിന്റെ നിയോഗത്തിന്റെ പുതിയ കൈമാറ്റം കർത്താവ് പകരും. കാരണം നീ വ്യത്യസ്തമായ വെളിപ്പാട് കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു. ഹല്ലേലൂയ. വ്യത്യസ്തമായ വെളിപ്പാട് കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു. ഞാൻ പറയാം, വേദപുസ്തകത്തിനകത്ത് പരിശോധിച്ചാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഓരോ അഭിഷിക്തന്മാരും, ഞാൻ പറയാം, വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിനകത്താണെങ്കിലും പുതിയ നിയമത്തിനകത്താണെങ്കിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഓരോരുത്തരുടെ കയ്യിലും ഒരു കീവേഡ് ഉണ്ടായിരുന്നു. ഒരു കീവേഡ് ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ ഒരു കീ വെളിപ്പാടുണ്ടായിരുന്നു. ആ വെളിപ്പാടാണ് ഓരോരുത്തന്റെ മേലും പുതിയ നിയോഗങ്ങളെ ദൈവം തുറന്നു കൊടുത്തത്. ഹല്ലേലൂയ. വേദപുസ്തകം പഴയ നിയമം തൊട്ട് നിങ്ങൾ പരിശോധിച്ചോ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഓരോ അഭിഷിക്തനും വേദപുസ്തകത്തിനകത്ത് പറയുന്ന ഓരോ കീ താക്കോലുകളുണ്ട്. ആ വേടുകളാണ് അവരുടെ ശുശ്രൂഷകളിൽ അവർക്ക് പ്രയോജനമാക്കി തീർത്തത്.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് വെളിപ്പാട് പറയാനുണ്ട്? ഒരുപാട് പ്രസംഗം കേൾക്കുന്നവരാ നമ്മള്, ഒരുപാട് പ്രവചനം കേൾക്കുന്നവരാ നമ്മൾ, ഒരുപാട് കേട്ട് പ്രവചനം കേട്ട് വാക്തത്വം കേട്ട് തലയ്ക്ക് മീതെ വന്ന് നിൽക്കുക. പക്ഷെ വീണ്ടും ഒരു വാക്തത്വം പറഞ്ഞ്, വീണ്ടും ഒരു പ്രവചനം പറഞ്ഞ് സുഖിപ്പിക്കാനോ ഇക്കിളിപ്പെടുത്താനോ അല്ല കർത്താവിന്റെ ആഗ്രഹം. ഈ തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത് നീ എന്തു പറയുന്നു? ഹല്ലേലൂയ. മലയാളികളിലാണ് നമുക്ക് വാക്തത്വങ്ങൾ, ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രവാചകന്മാർ വന്ന് ശുശ്രൂഷിക്കുന്നത്, നമുക്ക് ഇഷ്ടംപോലെ വാക്തത്വങ്ങൾ കിടപ്പുണ്ട്. നോ, ഞാൻ പ്രവചിക്കാൻ നിൽക്കുകയല്ല, ഞാൻ പ്രവചിക്കാൻ നിൽക്കുകയല്ല. പക്ഷെ കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നൊരു, ഈ സീസണിൽ എന്നോട് പറയുന്ന ഒരു കാര്യം, നിനക്ക് പറയാൻ എന്തുകൊണ്ട് ഒരു ഉത്തരം? ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം പറയണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ഒരു കീ ദാവീദിന്റെ അകത്തുണ്ടായിരുന്നു. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ടതിന്റെ പുറകിൽ പൗലോസിന് കിട്ടിയ ഒരു രഹസ്യ വെളിപ്പാടുണ്ടായിരുന്നു. ഞാൻ പറയാം, പ്രവചനം നിന്നെ അധികം ദൂരത്തോട്ട് കൊണ്ടുപോകത്തില്ല, വാക്തത്വം നിന്നെ അധിക ദൂരത്തോട്ട് കൊണ്ടുപോകത്തില്ല, പക്ഷെ വെളിപ്പാട് നിന്നെ ദൂരത്തോട്ട് കൊണ്ടുപോകും. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം, പ്രവചനം നിന്നെ ദീർഘനാൾ കൊണ്ടുപോകത്തില്ല, വാക്തത്വങ്ങൾ നിന്നെ അധിക ദൂരം കൊണ്ടുപോകത്തില്ല, പക്ഷെ ക്രിസ്തുവിലുള്ള ഒരു വെളിപ്പാട് നിന്റെ അകത്ത് കത്തി വന്നാൽ ഞാൻ പറയാം, അത് ലിമിറ്റേഷനുകൾ പൊട്ടിച്ച് നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന നിന്നോട് ഒരു ക്രിസ്തു വെളിപ്പാടിനകത്ത് നിന്ന് ഞാൻ പറയുകയാണ്, ഈ സീസണിൽ ദൈവരാജ്യത്തിനകത്ത് പറയാൻ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു മറുപടി പറയാൻ നിന്റെ അതരത്തിനകത്ത് ഒരു 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 ശബ്ദത്തെ നീ ഒരുക്കി വെച്ചിരിക്കണം. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജനങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുമ്പോൾ അവിടെ പത്രോസിന്റെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ്, പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്, യേശുവേ, അല്ലെങ്കിൽ ഇവർക്കെല്ലാം നീ യോഹന്നാനും അതൊക്കെ ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാ വെളിപ്പാടാ പറയുന്നത്! നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ചിന്തിക്കേണ്ട വ്യക്തമായ ഒരു കാര്യം, പിതാവിനും പുത്രനും മാത്രം അറിയാകുന്ന രഹസ്യത്തെ, ഒന്നുകൂടെ പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവും ഭൂമിയിലെ പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം അറിയാകുന്ന ഒരു രഹസ്യം പത്രോസ് പിടിച്ചെടുക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ദൂത് എത്ര പേർക്ക് നോക്കണമേ. അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് പറഞ്ഞു തന്നത്, കാരണം ജഡരക്തങ്ങൾക്ക് ആർക്കും ഇത് വെളിപ്പെട്ടിട്ടില്ല, ഒരു മനുഷ്യനും ഇത് വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ നിനക്ക് വെളിപ്പെട്ടെങ്കിൽ നീ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഞാനല്ല ഇത് പറഞ്ഞു തന്നത്, സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്കിത് പറഞ്ഞു തന്നത്. 3.5 വർഷക്കാലമായി യേശു പറഞ്ഞ അറിവേ ഇവർക്കുള്ളൂ, യേശു ചെയ്ത അത്ഭുതത്തിന്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ പത്രോസ് അങ്ങനെയല്ല, പിതാവിന്റെ ശബ്ദത്തെ അവൻ ആക്സസോടെ അവൻ കേട്ടു. പുത്രന്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടെങ്കിലും, പുത്രൻ പറയുന്ന വെളിപ്പാടുകൾ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും, പിതാവിന്റെ അകത്ത് നിന്നൊരു ശബ്ദത്തെ പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ പത്രോസ് ഏത് റേഞ്ചിൽ നിന്നതാ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇതുപോലെ പിതാവും നിന്നോട് സംസാരിച്ചിരിക്കും. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, ഭയങ്കര നിയോഗത്തോടെ ബിനു പാഷേ, ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ ഒരു കാര്യം പറയാം, ആർക്കും തുറന്നു കൊടുത്തിട്ടില്ലാത്ത രഹസ്യങ്ങളുടെ മർമ്മങ്ങളെ, ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അത് പിടിച്ചെടുക്കാൻ നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ മാർവോടൊന്ന് ചേർന്നിരുന്നോ. ഈ തലമുറയ്ക്ക് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത വെളിപ്പാടുകളെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ ദൈവം തുറന്നിട്ട് തരും. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ആമേൻ പറഞ്ഞോ. എനിക്കറിയത്തില്ല, ഇതിനകത്ത് കൊതിയോടെ ഹല്ലേലൂയ സൂം ഓണാക്കി ഇതിന്റെ പുറകിൽ ഇരുന്ന് ഉറങ്ങുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത്, വീഡിയോകൾ ഓണാക്കി ഇതിന്റെ അകത്ത് ഹല്ലേലൂയ എരിവോട് ഇരിക്കുന്ന, നിങ്ങൾ പറയുന്നത് പാസ്റ്റർ ഞങ്ങളെ കൊണ്ട്, യെസ്, നിങ്ങളെ കൊണ്ട് ഇനി ചിലത് പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടേ ചിലത് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം, ഇതിന്റെ പുറകിൽ ഉറങ്ങുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത്, ഈ ദൂതിന്റെ പുറകിൽ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരപ്പന്മാരുണ്ടെങ്കിൽ, ഒരുപെട്ട പിതാക്കന്മാരുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ദൈവത്തിന്റെ ഹൃദയത്തിലെ നെഞ്ചിടുപ്പിനെ നിന്റെ ചെവിയിൽ എത്തിക്കുവാൻ ദൈവത്തിന് ഭയങ്കര ആഗ്രഹം. എനിക്കറിയത്തില്ല, ഇത് പറയുമ്പോൾ
ഞാൻ ചില മുറികൾക്കകത്ത് വലിയ നിയോഗങ്ങളെ ദൈവം ഇറക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. ചിലരിയ്ക്കുന്ന പൊസിഷനകത്ത് വെളിപ്പാടിന്റെ വലിയ മർമ്മങ്ങളെ കർത്താവ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഈ സീസണിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ കാര്യം, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ എല്ലാവരെയും പോലെ ആകരുത്. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? നീ എല്ലാവരെയും പോലെ ആകരുത്. നീ എല്ലാവരെയും പോലെ ഒരു പ്രാർത്ഥിക്കരുത്. അവര് പ്രാർത്ഥിക്കുന്ന അതേ ശൈലിയിൽ നീ പ്രാർത്ഥിക്കല്. ഒന്നും കൂടെ പറഞ്ഞാൽ, നിന്റെ പഴയ പ്രസംഗം ഇട്ട് അടിച്ച് നീ അങ്ങനെ പോകുന്നെങ്കിൽ നിന്നോട് പറയാൻ എനിക്ക് വെളിപ്പാടില്ല. പണ്ടത്തെ ദാവീദിന്റെ ഗോലിയാത്തിന്റെ കഥ ഈ തലമുറകളിൽ വീണ്ടും പ്രസംഗിച്ച് ദാവീദിന്റെ ക്രിസ്തുവിലുള്ള പുതിയ വെളിപ്പാടുകളെ പ്രാപിച്ച ഒരു തലമുറയ്ക്ക് നിനക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ അകത്ത് ചിലത് കത്തുന്നുണ്ട്. നിന്റെ അകത്ത് ചിലത് കത്തുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അകത്ത് ചിലത് കത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സീസണിൽ അത് ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ എഴുതി വെച്ചോ, ഈ സീസണിൽ ഒരു ഉണർവിന് വേണ്ടി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും എന്റെ കർത്താവ് ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, എഴുതി വെച്ചോ. ഭാരതത്തിനകത്തിന് ഒരു ഉണർവ് സംഭവിച്ചാൽ, ലോക രാജ്യങ്ങൾക്കകത്ത് അന്ത്യകാല ഉണർവ് സംഭവിച്ചാൽ എഴുതി വെച്ചോ, അത് പ്രവചനം പ്രവചിക്കുന്നവരെ കൊണ്ടാകത്തില്ല. വെളിപ്പാടിനകത്ത് നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു തലമുറയിലൂടെ ആയിരിക്കും ദൈവം ഉണർവുകളെ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു. ഈ ദൂത് നിങ്ങൾക്ക് എത്രത്തോളം ദഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവനിയോഗത്തിനകത്ത് നിന്ന് ഞാൻ പറയാം, ഈ സൂമിനെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. നിയോഗത്തിനകത്ത് നിന്ന് ഞാൻ പറയാം, ഞാനൊരു പ്രവാചകന്റെ അഭിഷേകത്തിനകത്ത് നിന്ന് പറയാം, ഈ സൂമിനെ കർത്താവ് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഒരു തലമുറ കാണിക്കാത്തത് ഒരു തലമുറ കാണിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ആ തലമുറ എപ്പോഴും ദൈവരാജ്യത്തിനകത്തൊരു സ്പെഷ്യൽ ആയിരിക്കും. ഈ സൂമിനെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇതിനകത്ത് ഉറക്കം മുളച്ചിരുന്ന് മനഃപൂർവ്വമായി ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉറക്കത്തിനകത്ത് നിൽക്കുന്നവരുള്ള മനഃപൂർവ്വമായി ദൈവരാജ്യത്തിന് വേണ്ടി പിനുപ്പാസ, ഇത് നിങ്ങളുടെ അകത്തൊരു വിശപ്പാണ്. ഇതിനകത്ത് പുറകിൽ നിൽക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയും, ഇത് നിങ്ങൾക്ക് ദൈവം തന്നൊരു വെളിപ്പാടാണ്. ദൈവം നിങ്ങൾക്ക് തന്നൊരു വെളിപ്പാടാണ്. അല്ലെങ്കിൽ എല്ലാവരുടെ സേഫ് ടൈമുകൾ നോക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ ഒരു ടൈം എടുത്ത് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഈ തലമുറകളിൽ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. ഈ തലമുറകളെ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. അനേക തലമുറകളെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനും നഗരത്തെ, ഹല്ലേലൂയ, പിശാചിന്റെ നരകത്തെ കൊള്ളയടിക്കാനുമുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഈ സൂമിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എഴുതി വെച്ചോ, ഈ സീസണിൽ ഇതിനകത്ത് വില കൊടുത്ത് നിൽക്കുന്നവരോട് ഞാൻ പറയാം, ഇത് നിന്റെ വെളിപ്പാട് പ്രാപിക്കേണ്ട സമയമാണ്. യോഹന്നാൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഇവർക്ക് എല്ലാവർക്കും നീ ഇതുപോലെ ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ സ്പെഷ്യലാ. എന്നെ സംബന്ധിച്ച് നീ എനിക്ക് സ്പെഷ്യലാ. എന്നെ സംബന്ധിച്ച് നീ എനിക്കൊരു സ്പെഷ്യലാ. ഇതിനകത്ത് കർത്താവിനും ഇതുപോലെ ഒരു തലമുറയെ നോക്കി പറയാൻ ഒരു കൊതി, നീ എനിക്കൊരു സ്പെഷ്യലാണെന്ന് കർത്താവിന് പറയാൻ കൊതി. നോക്കണം, 11 ശിഷ്യന്മാർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത പിതാവിന്റെ ഹൃദയത്തില് ആ പരമപ്രധാനമായ രഹസ്യത്തെ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുത്തോട്ട് പറയുന്ന ഒരു കാര്യം, യേശുവേ, നീ ഇവർക്ക് ഭയങ്കര അത്ഭുതം ചെയ്യുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നാ വെളിപ്പാടാ. നീ എല്ലാവർക്കും യേശു ആയിരിക്കും, നീ എല്ലാവർക്കും മറിയയുടെ മകനായിരിക്കും, യോസഫിന്റെ മകനായിരിക്കും, യോഹന്നാനായിരിക്കും, പക്ഷെ ഞാൻ നിന്നെ കാണുന്നത് ഇവരെ പോലെ അല്ല. ഞാൻ ഇവരെ കാണുന്നത് ഇവരുടെ കാഴ്ചക്കൊത്തവണ്ണം കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. ഇന്ന് ദൈവത്തെ നോക്കുമ്പോൾ, ഞാൻ പറയാം, ദൈവത്തെ പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ച ആംഗിളിൽ നിന്ന് നീ പഠിക്കരുത്. ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ ലഭിച്ച അറിവിൽ നിന്ന് നീ അതേ അറിവിനകത്ത് നിന്ന് നോക്കാൻ ശ്രമിക്കല്ല്.
ഈ സീസണിൽ നിന്റെ ആംഗിള് അല്ലെങ്കിൽ നിന്റെ നോട്ടം ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ആ കയ്യിൽ നിന്ന് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റിയ, ചിലർ യേശുവിന്റെ കയ്യിലോട്ടേ നോക്കത്തുള്ളൂ, കാരണം എന്ത് കിട്ടും എന്ന് പറഞ്ഞിരിക്കും. ചിലർ യേശുവിന്റെ കാലിൽ മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷെ വ്യത്യസ്തമായ ഒരു നോട്ടം അവന്റെ ശരീരത്തോട്ട് നിനക്ക് നോക്കാൻ പറ്റിയാൽ വ്യത്യസ്തമായ വെളിപ്പാടുകൾ നിനക്ക് പറയാൻ പറ്റും. പിതാവ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നോക്കണമേ, ഇത് യേശു പറയുന്ന സ്ഥലമാണ് ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഞാൻ എന്റെ ദൂത് നിർത്താം. ഫിലിപ്പിന്റെ കൈസരിക്കകത്ത് നിന്നാണ് യേശു ഈ ദൂത് പറയുന്നത്. നോക്കണമേ, ഫിലിപ്പിന്റെ കൈസരി എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് പണിഞ്ഞ വലിയൊരു പട്ടണമാണ് ഈ കൈസരി എന്ന് പറയുന്ന ഒരു പട്ടണം. ആ കൈസരിയുടെ പട്ടണത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഫിലിപ്പ് ഈ പട്ടണം പണിഞ്ഞത് കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിമ, ഒന്നുകൂടെ പറഞ്ഞ ഫിലിപ്പിന്റെ ഏറ്റവും വലിയ പ്രതിമ ആ പട്ടണത്തിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ഫിലിപ്പിനെ ആരാധിക്കണം. ഒന്നും കൂടെ പറഞ്ഞാൽ ഫിലിപ്പ് മരിച്ചു കഴിഞ്ഞു, അവിടെ എല്ലാം കഴിഞ്ഞെങ്കിലും ജനങ്ങൾ ഫിലിപ്പിനെ ഓർക്കാൻ വേണ്ടി വലിയൊരു സാമ്രാജ്യത്തെ അല്ലെങ്കിൽ വലിയൊരു പ്രതിമയെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റ് ആൾക്കാർ വന്ന് ഈ ഫിലിപ്പിന്റെ ഈ ബിംബത്തെ അടിച്ചു തകർത്തു, അടിച്ചങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അവന്റെ മകനായ അലക്സാണ്ടർ വന്നിട്ട് വീണ്ടും ഒരു പ്രതിമ പണിഞ്ഞിട്ട് അവിടെ അപ്പന്റെ പേര് പറഞ്ഞു വലിയ പൂജകൾ പണിയുന്ന കൈസരിയ. അത് നോക്കണമേ, അലക്സാണ്ടറിന്റെ കാലശേഷവും അവിടെ മറ്റൊരു ജനറേഷൻ കയറി വന്നിട്ട് വീണ്ടും ഈ പ്രതിമ തകർക്കുകയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ ഫിലിപ്പിന്റെ വിഗ്രഹത്തെ അവിടെ പൊളിക്കുകയാണ്. ഇത് പൊളിച്ചപ്പോൾ അടുത്ത തലമുറയെ ഹെരോദാവ് കയറി വരികയാണ്. ഹെരോദിയെ കയറി വന്നിട്ട് വീണ്ടും ഫിലിപ്പിന്റെ പ്രതിമയെ പണിയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇടിയുക, പണിയുക, ഇടിച്ചു കളയുക, പണിയുക. ഇങ്ങനെ ഒരു മണ്ണിന്റെ അകത്ത് നിന്നിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇടിച്ചു കളയുകയും പണിയൊക്കെ ചെയ്യുന്നു, പക്ഷെ ഞാൻ ഇവിടെ ഒരു സഭയെ പണിയും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആലയില് ഫിലിപ്പിന്റെ വിഗ്രഹത്തെ അവിടെ അടിച്ച് തകർക്കുക, വീണ്ടും പണിയുക, വീണ്ടും തകർക്കുക, വീണ്ടും അങ്ങനത്തെ ഒരു ജനറേഷൻ ആണ് കൈസരി എന്ന് പറയുന്ന പട്ടണം. ഈ കൈസരിയുടെ പട്ടണത്തിനകത്ത് ഒരു തലമുറ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തലമുറയെ നോക്കി യേശു പറയുന്ന ഒരു കാര്യമാണ്, ഓക്കെ, നിങ്ങൾ ഇടിച്ചു കളയും പണിയൊക്കെ ചെയ്തു, പക്ഷെ ഇത് ഇടിച്ചു പണിയുമ്പോൾ ഞാൻ ഇവിടെ എന്റെ സഭയെ പണിയും. അതിൽ നിങ്ങൾ പൊളിച്ചു കളയുന്ന ഈ മണ്ണിനകത്ത് വെച്ച് ഞാൻ എന്റെ സഭയെ പണിയും. എന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ എന്റെ സഭയെ പണിയുമ്പോൾ ഇവിടുത്തെ ഒരു പാതാളത്തിന്റെ ഗോപുരവും അതിനെ ഇടിച്ചു കളയത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം എന്ന് പറയുന്നത് അനുകൂല സാഹചര്യങ്ങൾക്കകത്ത് നിന്നല്ല യേശു തന്റെ ശബ്ദത്തെ പറയുന്നത്. ഏറ്റവും നികൃഷ്ടമായി നിൽക്കുന്ന, ഏറ്റവും പൊളിച്ചു കളയുന്ന ഒരു മണ്ണിനകത്ത് നിന്നാണ് യേശു പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇതൊക്കെ പൊളിച്ചു കളയും, പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, 3.5 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഒരു സഭ നടും, ഞാൻ എന്റെ സഭയെ പണിയും. ഇതിനകത്ത് ഒരു തലമുറകൾക്കും പൊളിച്ച് പറ്റാൻ പറ്റാത്തൊരു നിലവാരത്തിലായിരിക്കും ഞാൻ പണിയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, അനുകൂല സാഹചര്യങ്ങൾക്കകത്തല്ല നീ ചിലത് പണിയേണ്ടത്, നിന്റെ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് വേണം നീ ചിലത് പണിയാൻ. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അനുകൂലമായി ശുശ്രൂഷിക്കുന്നവരുടെ സ്റ്റേജ് മതി, നല്ല സാഹചര്യങ്ങളും സിറ്റുവേഷനുമുള്ള സാഹചര്യങ്ങളുള്ള പ്രസംഗിക്കാൻ എളുപ്പമോ. പക്ഷെ യേശു പറഞ്ഞത് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ണിനകത്ത് നിന്നല്ല, ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന മണ്ണിനകത്ത് നിന്നാണ് യേശു പറയുന്ന ഒരു കാര്യം. ഇല്ല, നിങ്ങൾ ഇതെല്ലാം പൊളിച്ചു കളയും, പക്ഷെ പൊളിച്ചു കളയാൻ പറ്റാത്ത ഒരു സഭയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. പൊളിച്ചു കളയാൻ പറ്റാത്ത ഒരു സഭയെ ഞാൻ ഈ മണ്ണിൽ കൊണ്ടുവരും. ഈ മണ്ണിൽ ഞാൻ എന്റെ സഭയെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ പല ഗോപുരങ്ങളുണ്ടല്ലോ, അതിലെ പ്രധാനപ്പെട്ട ഗോപുരമായ പാതാളത്തിന് പോലും ഈ സഭയെ തൊടാൻ പറ്റാത്ത നിലവാരത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു ശബ്ദം ഞാൻ പറയാം, ദൈവമാണ് നിന്റെ കൂടെ നിന്ന് പണിയുന്നതെങ്കിൽ അത് നിന്റെ കുടുംബമാകാം, നിന്റെ ശുശ്രൂഷകളാകാം, നിന്റെ നിയോഗങ്ങളാകാം. ദൈവമാണ് കൂടെ നിന്ന് പണിയുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, പൈശാചിക വേൾഡിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞു. ഒന്നും കൂടെ ഞാൻ പറയാം. ഇന്നുള്ള സാഹചര്യങ്ങളെ കണ്ട് നിന്റെ പണിയെ നീ വിലയിരുത്തല്. ഇന്നുള്ള സാഹചര്യങ്ങൾ കണ്ട് നിന്റെ മിനിസ്ട്രിയെ നീ വിലയിരുത്തല്. ഇന്നുള്ള സാഹചര്യങ്ങളെ കണ്ട് നീ നിന്റെ തലമുറകളെ ഇങ്ങനാകും എന്ന് വിധി എഴുതാൻ വരട്ടെ. കാരണം ദൈവത്തിന്റെ നിയോഗത്തിന്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയാം, നിന്റെ സിസ്റ്റം വെച്ചും നിന്റെ ബുദ്ധി വെച്ചും അല്ല ദൈവം പണിയുന്നത്. ദൈവം പണിയുന്നത് എപ്പം ദൈവരാജ്യത്തിന്റെ സിസ്റ്റം വെച്ചായിരിക്കും. ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് എവിടെയൊക്കെയോ നിയോഗങ്ങൾ അടഞ്ഞ് സാധ്യതകൾ മങ്ങി, ഇനി എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇനി എന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് ഇങ്ങനാണ്: ദൈവമാണ് ചിലത് പണിയുന്നത്. ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെയോ കുടുംബങ്ങളെ, ആരുടെയൊക്കെയോ മിനിസ്ട്രികളെ, ആരുടെയൊക്കെ തലമുറകളെ രക്ഷപ്പെടാൻ ഇനി സാധ്യതയില്ല. അവന്റെ വാതിലുകൾ എല്ലാം അടഞ്ഞു. അവന്റെ വാതിലുകളും അവന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം അടഞ്ഞ്, ഇനി എന്റെ കുഞ്ഞിന് നല്ലൊരു വിഭാഗം കിട്ടത്തില്ല, ഇനി എനിക്കൊരു വേദികൾ കിട്ടത്തില്ല, എന്റെ പ്രായം എന്നെ ക്ഷീണിപ്പിച്ചു, സാഹചര്യങ്ങൾ എന്നെ തളർത്തി ഇരിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളുടെ ചെവിയിലോട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം: നീ വിഷമിക്കല്. നിന്നെ വെച്ച് പണിയാമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ, നിന്നെ വെച്ച് പണിയാമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ, നിന്നെ വെച്ച് പൂർത്തീകരിക്കാനും എനിക്കറിയാം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിന്നെ വെച്ച് പണിയാമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ സാഹചര്യങ്ങൾ കണ്ട് പേടിക്കല്, സാഹചര്യങ്ങൾ കണ്ട് നിന്നു പോകല്. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താലോ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഇന്നുള്ള മതിലുകളെ ചാടിക്കടക്കാൻ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ നിയോഗത്തിന് പറ്റും. നിലയിൽ ഇന്നുള്ള പ്രതികൂലങ്ങളെ നിനക്ക് ഓവർകം ചെയ്യുവാൻ അതിൽ നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ പഠിപ്പ് കൊണ്ടോ നിന്റെ അറിവ് കൊണ്ടോ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വെളിപ്പാടിനെ ചുമക്കുന്ന കാലത്തോളം ഞാൻ പറയാം, ഒരു പ്രതിസന്ധിക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഈ ദൂത് ഞാൻ പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവശബ്ദം ഞാൻ പറയുകയാണ്: എവിടെയോ തലമുറകളുടെ ഭാവിക്കകത്ത് ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ തന്നെ പറയുന്നു: എന്റെ തലമുറകളുടെ ഭാവിക്കകത്ത് അവൾ പഠിച്ചതിനകത്ത് അവൾക്ക് എത്താൻ പറ്റുന്നില്ല, അവൾ ആഗ്രഹിച്ച പട്ടണത്തിനകത്ത് അവൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒന്നുകൂടെ ഞാൻ പറയുമ്പോൾ, പഠിച്ചു കഴിഞ്ഞ് ജോലിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന, ഒന്നുകൂടെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് പോലും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊക്കെയോ തലമുറകൾ എന്നെ കേൾക്കുന്നുണ്ട്. ഏതൊക്കെയോ തലമുറകൾ. ആ തലമുറയോട് ഇന്നൊരു ദൈവശബ്ദം ഞാൻ കൈമാറുകയാണ്: നീ വിഷമിക്കല്. ദൈവത്തിന്റെ നിയോഗം നീ ചുമക്കുന്ന കാലത്തോളം ഞാൻ പറയാം, ഒരു സ്ട്രഗിളിലും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില പെൺതലമുറകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയോ സ്ട്രഗിളിനകത്തൂടെ കയറിപ്പോകുന്ന വിഷയങ്ങൾക്കകത്ത് ഈ ദിവസങ്ങൾ, ഈ ഏപ്രിൽ മാസം കഴിയുന്നതിലൂടെ ചില സ്ട്രഗിളുകൾ അവരെ വിട്ട് മാറിയിട്ട് ഒരു സ്വസ്ഥതയിലോട്ട് എന്നോട് വീണ്ടും പറയുന്നു. വിരുപ്പാർഷ വീണ്ടും പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ശക്തമായ ഒരു ദൈവശബ്ദം പറയുന്നു: പെൺതലമുറകളുടെ ജോലി സംബന്ധമായി, ഭാവി സംബന്ധമായി, കുടുംബ സംബന്ധമായി ഡിവോഴ്സ് പോലും വേണമെന്ന് പറഞ്ഞ് പൈശാചിക ലോകം ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ചില പെൺതലമുറകൾ, പരസ്യമായിട്ട് ആർക്കും അറിയത്തില്ല, പക്ഷെ രഹസ്യമായി കുടുംബ ജീവിതം പോലും തകർന്നു പോകാൻ നിൽക്കുന്ന അവസാനത്തെ പീരീഡിനകത്ത് നിൽക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആ തലമുറയോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ അകത്തൊരു ദൂത് ഞാൻ കൈമാറാം: ദൈവമാണ് പണിഞ്ഞതെങ്കിൽ, ദൈവമാണ് നിന്റെ കുടുംബത്തെ ഉറപ്പിച്ചതെങ്കിൽ, ദൈവമാണ് നിന്റെ തലമുറകളെ തന്നതെങ്കിൽ, ദൈവ നിയോഗത്തിന്റെ കീഴ്പ്പെട്ട് അനുസരണയോടെ നിൽക്കുന്ന ഒരു തലമുറയാണെങ്കിൽ, ഞാൻ എഴുതി വെച്ച് പറയുകയാണ്, ഒരു പാതാള ശക്തിക്കും നിന്റെ കുടുംബത്തെ, എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആ ദൂതിനകത്ത് നിൽക്കുന്നു. ദേവദാസന്മാർ ഏതൊക്കെയോ ഇതിനകത്ത് ഒരുപാട് അപ്പന്മാരുണ്ട്. പക്ഷെ എന്റെ അകത്ത് ഈ ഭയങ്കര ഞാൻ നിയോഗത്തോടെ അല്ലാതെ ഒരു ദൂതും പറയത്തില്ല. ഒരു ദൈവശബ്ദം ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന ആരുടെയൊക്കെ കുടുംബ ജീവിതങ്ങൾ, ആരുടെയൊക്കെ തലമുറകളെ നശിപ്പിക്കാൻ, ആരുടെയൊക്കെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കാൻ, ചില കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായി നിന്നു പോയ ചില വിഷയങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ വിശ്വസിച്ചോ. എന്നോട് ദൈവശക്തമായിട്ട് പറയുന്നു, ഈ ഏപ്രിൽ മാസം കഴിയുന്നതിനകത്തൂടെ ചില വിഷയങ്ങൾക്കകത്ത്
അസാധാരണമായൊരു മൂവ്, അസാധാരണമായൊരു മൂവ് ദൈവം തുറക്കാൻ പോകുന്നു എന്നൊരു ദൈവശബ്ദം ഞാനിപ്പോൾ കേൾക്കുകയാണ്. കാരണം ദൈവം ഒരു തലമുറയ്ക്ക് അപ്പനായി ഇറങ്ങി നിൽക്കാൻ പോകുന്നു. ഒരു തലമുറയ്ക്ക് ഇത് ഞാൻ പറയുമ്പോൾ രണ്ടാമതൊരു ദൈവശബ്ദം എൻ്റെ അടുത്ത് കർത്താവ് പറയുന്നു, ഈ പ്രോപ്പർട്ടി വിഷയവുമായി വസ്തു സംബന്ധമായി കിടക്കുന്ന ചില കേസുകൾ, ചില ലീഗൽ ക്ലെയിമുകളെല്ലാം ഈ പ്രാർത്ഥനയ്ക്കകത്തൂടെ യേശുവിന്റെ നാമത്തിൽ അത് പൊളിഞ്ഞു പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു പോവുകയാണ്. ഒന്നും കൂടെ പറയാം, വർഷങ്ങളുടെ പുറകിൽ കിടക്കുന്ന വസ്തു സംബന്ധമായ ചില തർക്കങ്ങൾ, ചില വഴക്കുകളൊക്കെ ഈ സീസണിൽ അതിനകത്ത് ഒത്തുതീർപ്പാകാൻ പോകുന്നു എന്നൊരു ദൈവശബ്ദത്തെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നോക്കണമേ, ഇത് സമയം ഒരുപാടില്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. പക്ഷെ ചുരുക്കത്തിനകത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കണമേ, ഇങ്ങനെ പൊളിച്ചു കളയുന്ന ഒരു മണ്ണിനകത്താണ് യേശു നിൽക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഏറ്റവും വലിയ കൈസരിയ ദേശത്തിലെ ജനങ്ങൾ കാണത്തക്ക നിലവാരത്തിനകത്ത് ഫിലിപ്പിന്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. യവനന്മാരുടെ ദൈവമായ പാൻ എന്ന് പറയുന്ന ഒരു ദൈവവും എവിടെയുണ്ട്? കൈസരിയിലുണ്ട്. മറ്റ് ഇസ്രായേലിലെ ഏറ്റവും ശക്തമായിരുന്ന ബാൽ എന്ന് പറയുന്ന ദൈവം, ഒന്നുകൂടെ പറയാം, ഇസ്രായേലിലെ ബാലായ 13 ബാൽ ദൈവങ്ങളെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ണാണ് കൈസരി എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഫിലിപ്പിന്റെ പ്രതിമ. രണ്ടാമത്തത് യവനന്മാരുടെ ദൈവമായ പാൻ എന്ന് പറയുന്ന മറ്റൊരു വിഗ്രഹം. മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേലിലെ പഴയ ദൈവങ്ങളായ ബാൽ എന്ന് പറയുന്ന 13 ബാൽ ദൈവങ്ങളെ മാറ്റി മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും പൈശാചിക ലോകം വാഴുന്ന ഒരു മണ്ണിനകത്ത് നിന്നിട്ടാണ് യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാനൊരു കാര്യം പറയട്ടെ, വെളിപ്പാടുകൾ ദൈവം തരുന്നത്, വെളിപ്പാടുകൾ ദൈവം തരുന്നത് അനുകൂല സാഹചര്യങ്ങൾക്കകത്ത് നിന്നല്ല. വെളിപ്പാടുകൾ ദൈവം കൂടുതൽ തരുന്നത് നിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കകത്ത് നിന്നാണ്. നല്ലൊരു ആമേൻ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അനുകൂലമായ സാഹചര്യങ്ങളെക്കാൾ ഒരു തലമുറയോട് കർത്താവിന് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം. അവൻ നിൽക്കുന്നത് ഏറ്റവും പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴാണ് കർത്താവ് അവനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, അനുകൂലമായ ഒരു സാഹചര്യത്തിനകത്ത് നാം നിൽക്കുവാണെങ്കിൽ ദൈവശബ്ദം അന്വേഷിക്കാൻ പോകത്തില്ല, കാരണം നമ്മൾ സേഫ് സോണില്ല. പക്ഷെ പ്രതികൂലമായ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവം നമ്മളോട് കൂടുതൽ സംസാരിക്കും. ഇന്ന് ഇതിനകത്ത് ഈ ദൂത് ഞാൻ എന്തിനാണ് കൈമാറുന്നതെന്ന് ചോദിച്ചു. എവിടെയൊക്കെയോ ആരൊക്കെയോ വല്ലാത്ത പ്രതികൂലത്തിനകത്ത് കയറി പോകുന്നുണ്ട്. ആരൊക്കെയോ പ്രതികൂലത്തിനകത്ത്. ഞാൻ കൂടുതൽ ദൈവശബ്ദങ്ങളെ സ്വീകരിച്ച കേട്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ RCC എന്ന് പറയുന്നത്. പെട്ടെന്ന് നിർത്താം. ഞാൻ കൂടുതൽ ദൈവശബ്ദം കേട്ടിരിക്കുന്നത് RCC നിന്നാണ്. അപ്പോൾ പാസ്റ്റർക്ക് പ്രാർത്ഥനാ മുറിയിൽ കേൾക്കാറില്ലേ? പ്രാർത്ഥനാ മുറിയിലും കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നിന്ന പെയിനകത്ത് നിന്ന്, വിഷമത്തിനകത്ത് നിന്ന സാഹചര്യത്തിനകത്താണ് ഞാൻ കൂടുതൽ ദൈവശബ്ദം കേട്ടിരിക്കുന്നത്. എന്റെ പിതാവിനെ RCCയിൽ ഏറ്റവും 4th സ്റ്റേജ് കഴിഞ്ഞ് കൊണ്ടുപോയിക്കോ, 1 ദിവസം 2 ദിവസം കൊണ്ട് ഈ മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞ് RCCയുടെ മുമ്പിലും ശ്രീചിത്രയുടെ മുമ്പിൽ ഞാൻ വാവിട്ട് കരഞ്ഞ് നിൽക്കുമ്പോഴാണ് എന്റെ പിതാക്കന്മാരെ ഞാൻ കൂടുതൽ ദൈവശബ്ദത്തെ ആക്സസ് ആക്കി കേൾക്കുന്നത്. അനുകൂല സാഹചര്യങ്ങൾ ദൈവം സംസാരിക്കുന്നുണ്ട്, പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂലത്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ ഉണ്ടല്ലോ, കൈവിട്ടു പോകുന്നൊരു സമയം, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം, എല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സമയം. ഈ സമയത്തും നീ നിന്റെ ബുദ്ധി കൊണ്ട് കളിക്കാതെ നീ നെടുമ്പാടും വീണ് കഴിഞ്ഞാൽ, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റിയാൽ, അവിടെ നീ കേൾക്കുന്ന ശബ്ദമാണ് നിന്നെ വർഷങ്ങളോളം കൊണ്ടുപോകുന്നത്. വിളിച്ച 2 ദിവസം കൊണ്ട് എന്റെ പിതാവ് മരിക്കുമെന്ന് RCC സർട്ടിഫിക്കറ്റ് എഴുതി കൈ വെച്ച് തരുമ്പോൾ, ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പിതാവ് മരിക്കുമെന്ന് പോകുമെന്നുള്ള വേദനയ്ക്കകത്ത് വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രത്തോളം വേദനയിൽ എന്നെ കയറ്റിവിട്ടത്? എത്രത്തോളം ഈ കയ്പിന്റെ അവസ്ഥയിലൂടെ കയറ്റിവിട്ടത്? ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, 1 ആഴ്ച കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ എന്റെ അപ്പന്റെ ആയുസ്സിനെ ഒരു ദൈവശബ്ദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷം വരെ എന്റെ അപ്പന്റെ ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുത്തു.
അനുഭവത്തിനകത്ത് നിന്ന് ഞാൻ പറയാം. ഞാൻ നിൽക്കുന്നത് ഒരു ചർച്ചിനകത്ത് നിന്നാ പ്രസംഗിക്കുന്നത്. ആ തലയിൽ ശരീരം മുഴുവനും വൈറസ് അല്ലെങ്കിൽ ആ ക്യാൻസറിന്റെ എല്ലാം ബാധിച്ച് അടുത്ത ദിവസങ്ങളിൽ മരിക്കുമെന്ന് റിപ്പോർട്ടും കയ്യിൽ വെച്ചുകൊണ്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ പപ്പയും കൂടെ പുറത്തിറങ്ങി വന്ന് നിൽക്കുമ്പോൾ നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യം, എന്ന് തീരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ പോയത് മനുഷ്യന്റെ ശബ്ദം കേൾക്കാനല്ല, ഞാൻ പോയത് എൻ്റെ അപ്പന്റെ ശബ്ദം കേൾക്കാനാണ്. RCSലെ ഡോക്ടർമാർക്ക് അവരുടെ കഴിവിനൊത്തു പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ RCSൽ ഇരുത്തിയ ഒരു ദൈവമുണ്ട്, അവരെ ഡോക്ടർ ആക്കിയ ഒരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, വ്യക്തമായിട്ട് എനിക്ക് മറുപടി പറഞ്ഞു. പെട്ടി ബുക്ക് ചെയ്തോ, കരിങ്കൊടി കെട്ടിക്കോ, പോസ്റ്റർ അടിച്ചോ എന്ന് പറഞ്ഞ ദേശത്ത് 5 വർഷത്തോളം എൻ്റെ പപ്പയുടെ ആയുസിനെ നീട്ടിക്കൊടുത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് ചേർന്ന് അഭിഷേകം പ്രാപിച്ച് ഒരു തലമുറയെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയിട്ട എൻ്റെ പിതാവ് മരിച്ചത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നുള്ള സാധ്യതകൾ കണ്ട് ചിലത് വിലയിരുത്താൻ വരട്ടെ ദൈവദാസന്മാരെ. ഇന്നുള്ള സാഹചര്യങ്ങളെ കണ്ട് വിലയിരുത്താൻ വരട്ടെ. നിന്റെ വിലയിരുത്തലല്ല ദൈവത്തിന് ആവശ്യം. നെക്സ്റ്റ് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, കൂരിരുളിന്റെ താഴ്വരയ്ക്കകത്തും നീ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നുണ്ടോ? നീ എൻ്റെ വെളിപ്പാടിനെ പ്രാപിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഒരു തലമുറയ്ക്ക് വേഗത കുറയുന്നു? എന്തുകൊണ്ട് ഒരു തലമുറയ്ക്ക് ശുശ്രൂഷിക്കേണ്ടത് പോലെ ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല? പ്രസംഗിക്കേണ്ടത് പോലെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല? പണ്ടേ അടിച്ച പ്രസംഗങ്ങളും പഴയ പ്രസംഗങ്ങളും അടിച്ച് ഒരു തലമുറ എന്തുകൊണ്ട് നശിച്ചു പോകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു തലമുറയ്ക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് അവർ ദൈവശബ്ദം കേൾക്കാൻ ഇരുന്നില്ല എന്നുള്ളതാണ്. അവരെവിടെയൊക്കെ തിരക്കിലാകപ്പെട്ട്. ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, അല്ലെങ്കിൽ ദൈവശബ്ദങ്ങളെ കൂടുതൽ അന്വേഷിക്കേണ്ടത് നിന്റെ അനുകൂല സാഹചര്യങ്ങൾക്കകത്തായിരിക്കണം. നീ ദൈവശബ്ദത്തെ കൂടുതൽ അന്വേഷിക്കേണ്ടത്. എന്റെ കയ്യിൽ 10 കോടി രൂപ എന്റെ അക്കൗണ്ടിൽ കിടന്നാൽ എനിക്ക് ദൈവശബ്ദം വേണ്ട, എനിക്ക് പ്രാർത്ഥന വേണ്ട, ഞാൻ സേഫ് ആണ്, ഞാൻ ഓക്കെ ആണ്. പക്ഷെ അവിടെയും ഞാൻ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിച്ചാൽ മാത്രമേ ഈ 10 കോടി കൊണ്ട് എനിക്ക് പ്രയോജനമുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, നീ ഏത് കൊമ്പത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, ദൈവശബ്ദം ഒരു ദിവസം നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയാം, നീ ഭൂമിയിലെ നരകത്തിനകത്താണ്. പക്ഷെ ഒരു തലമുറയോട് ദൈവം ശക്തമായിട്ട് പ്രവചിക്കുകയാണ്, ഈ സീസണിലും ദൈവശബ്ദത്തിന് വേണ്ടി, വെളിപ്പാടിന് വേണ്ടി ആ ചെവി ദൈവത്തിന്റെ നെഞ്ചോട് വെക്കുന്ന പിതാക്കന്മാരുണ്ട്, അപ്പന്മാരുണ്ട്. ഞാൻ പറയാം, നീയും നിന്റെ തലമുറകളും നിന്റെ കുടുംബവും നശിച്ചു പോകാൻ എൻ്റെ കർത്താവുള്ള കാലത്തോളം കഴിയത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ രാത്രിയിൽ ഈ ഉറക്കം മുളച്ച ഒരു തലമുറ ഇതിനകത്ത് ഒരു ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ചെവി കൂർപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. നീയും നിന്റെ തലമുറകളും വഴിയിൽ വെച്ച് ഉടഞ്ഞു പോകാൻ പിശാചി എത്ര വലിയ തന്ത്രം മെനഞ്ഞെന്ന് പറഞ്ഞാലും അത് നിന്നെ തൊടാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ രഹസ്യ അറകൾക്കകത്ത് ദൈവം നിന്നെ സൂക്ഷിക്കും. എനിക്കറിയത്തില്ല, ഈ ദൂത് എല്ലാവരോടും അല്ല വിളിച്ച ഈ ദൂത് എല്ലാവരോടും അല്ല. പക്ഷെ ഇതിനകത്ത് എവിടെയൊക്കെയോ ദൈവശബ്ദം അന്വേഷിക്കുന്ന ചില അപ്പന്മാർ ഇരിപ്പുണ്ട്. ദൈവശബ്ദത്തെ, ദൈവ വെളിപ്പാടിനെ അന്വേഷിക്കുന്ന ഒരു പിതാക്കന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ ശബ്ദത്തെ നിങ്ങൾക്ക് പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ ശബ്ദം തേടി പോകണ്ട, നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ ചർച്ചക്കാരുടെയും നിങ്ങളുടെ പാസ്റ്ററുടെ ശബ്ദമൊക്കെ സെക്കൻഡ് കേട്ടാൽ മതി. ആദ്യത്തെ ഒപ്പീനിയൻ, നീ ദൈവശബ്ദം കേൾക്ക്. നിന്റെ പാസ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ ആദ്യം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഇരിക്ക്. അവിടെ ദൈവം നിന്നോട് സംസാരിക്കും. അവിടെ നിനക്ക് ദൈവശബ്ദത്തെ കേൾക്കാൻ പറ്റിയാൽ, ഞാൻ പറയാം, ഒരു ക്യാൻസറിന് പോലും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു മരണത്തിന്റെ പൂട്ടിനും നിന്നെ പൂട്ടാൻ പറ്റത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എത്ര പേര് ആമേൻ പറയുന്നു? എവിടെയൊക്കെയോ സ്ട്രഗിളിൽ നിൽക്കുന്ന ചിലരോട് ഞാൻ പറയാം, വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിനകത്താണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കിക്കോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എവിടെയൊക്കെയോ കുഴഞ്ഞു പോയ ചിലര്, പ്രത്യേകിച്ച് തലമുറകളുടെ വിഷയവുമായി കുഴഞ്ഞു പോയ ചിലത്, കുഞ്ഞുങ്ങളുടെ വിഷയവുമായി കുഴഞ്ഞു പോയ ചിലത്, തലമുറകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കുഴഞ്ഞു കിടക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്?
എടുത്ത ബന്ധം ശരിയായില്ല, തലമുറ ശരിയായില്ല എന്ന് പറഞ്ഞു കുഴഞ്ഞു പോയി കരയുന്ന ആരൊക്കെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. നീയും നിന്റെ പ്രാർത്ഥനയും നിൽക്കുന്ന കാലത്തോളം, ഒന്നും കൂടെ പറയാം, നീയും നിന്റെ പ്രാർത്ഥനയും നിൽക്കുന്ന കാലത്തോളം പിശാചിന് നിന്റെ കുടുംബത്തിനകത്ത് കയറാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഞാൻ ഇന്ന് പറയുമ്പോൾ വിളിച്ച എന്റെ അടുത്ത് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, കുടുംബ ബന്ധങ്ങൾക്കകത്ത് ശിഥിലത വരുത്തി, കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഭാര്യ ഭർത്താവ് തലമുറ ബന്ധങ്ങൾക്കകത്ത് പിശാച് കയറി കളിച്ച ചില കളികളെ ദൈവം അവസാനിപ്പിക്കാൻ പോവാ. ആരും പുറത്തു പറയത്തില്ല, വിളിച്ച ഈ കാര്യങ്ങളൊന്നും ആരും പുറത്തു പറയത്തില്ല. പക്ഷെ ഇതിനകത്തിരിക്കുന്ന പല കുടുംബങ്ങളും എനിക്ക് ദൈവനിയോഗം, പലരുടെ പേര് വിളിക്കുന്നില്ല, പക്ഷെ പല കുടുംബങ്ങളുടെ പേര് വിളിച്ച് ചോദിച്ചാൽ അവരുടെ കുടുംബ ബന്ധം തകർച്ചയുടെ അകത്ത് നിൽക്കുക. പക്ഷെ ഇന്ന് രാത്രി ദൈവമാണ് നിന്റെ ദൂത് പറയുന്നത്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, പക്ഷെ വളർത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, വളർത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരു കാറ്റിനും ഒരു പേമാരിക്കും നിന്നെ തൊടാൻ പറ്റാത്തതുപോലെ ദൈവം നിന്നെ സേഫ് സോണിൽ നിർത്തിയിരിക്കും. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ പ്രതികൂലത്തിന്റെ അകത്ത് നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ മനസ്സുണ്ടോ? എന്റെ പ്രസംഗം ഞാൻ നിർത്തിയ, പക്ഷെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ഞാൻ പറയാം, നിന്റെ തലമുറകൾ വഴിയിൽ വെച്ച് പട്ടുപോകത്തില്ല, നിന്റെ തലമുറകൾ വഴിയിൽ വെച്ച് അസ്തമിച്ചു പോകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങും ചെന്ന് തകർന്നു പോകത്തില്ല. നിനക്ക് മറ്റുള്ള ചിന്തയേക്കാൾ നിന്റെ തലമുറകളുടെ ചിന്തയല്ല നിന്നെ വല്ലാതെ അലട്ടുന്നത്, നിന്റെ കുഞ്ഞിന്റെ, നിന്റെ മോന്റെ ഇതൊക്കെയല്ല നിന്നെ വല്ലാതെ ഞെരുക്കി കളയുന്നത്. പക്ഷെ എനിക്ക് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്. ദൈവം നിൽക്കുന്ന കാലത്തോളം പാതാള ഗോപുരങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈസരിയ പട്ടണത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് പാതാള ഗോപുരം എന്ന് പറയുന്നത്, അവിടുത്തെ ഏറ്റവും വലിയ ഗോപുരം. ആ ഗോപുരത്തെ നോക്കിയാണ് യേശു വിരൽ ചൂണ്ടി പറയുന്നത്, പാതാളമേ, നിനക്ക് ജയിക്കാൻ എന്റെ സഭയെ പറ്റത്തില്ല, നിനക്ക് ജയിക്കാൻ എന്റെ സഭയെ പറ്റത്തില്ല. കാരണം ഇത് രക്തം കൊടുത്ത് വിലക്കി വാങ്ങപ്പെട്ടതാണ്, ഇത് രക്തം കൊടുത്ത് വിലക്കി വാങ്ങപ്പെട്ടതാണ്. ഞാൻ പറയാം, നീ ഒരു രക്തത്തിന്റെ വിലയായി നിൽക്കുന്ന കാലത്തോളം, നീ ഒരു രക്തത്തിന്റെ വിലയായി നിൽക്കുന്ന കാലത്തോളം ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ തോപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. എവിടെയൊക്കെ തോറ്റു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എവിടെയൊക്കെ ഞാൻ തോറ്റുപോയി, എവിടെയൊക്കെ ഞാൻ ഉടഞ്ഞുപോയി, എവിടെയൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ഏറ്റവും വലിയ വെല്ലുവിളിയായ പാതാളത്തെ നോക്കി യേശു വിളിച്ചെങ്കിൽ ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം അതേ ദൈവമാണ്, നീ കരയുന്ന മുമ്പ് അതേ ദൈവമാണെങ്കിൽ ഞാൻ ഒരു പറയാം, ആ പാതാളത്തിന്റെ ശക്തിയും നിന്നെ തോൽപ്പിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുക. എനിക്ക് നൽകപ്പെട്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഞാൻ നിങ്ങളോടൊരു പറയാൻ ആഗ്രഹിച്ചൊരു ദൂത് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര നിയോഗത്തിനകത്ത് നിന്ന് ഞാൻ പറയുന്നു, നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല, മനുഷ്യന് പറ്റത്തില്ല, സാഹചര്യങ്ങൾക്ക് പറ്റത്തില്ല, സിസ്റ്റത്തിന് പറ്റത്തില്ല. കാരണം യു ആർ ഇൻ ക്രൈസ്റ്റ്, നീ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നു എന്നൊരു വെളിപ്പാട്, നീ ക്രിസ്തുവിനകത്ത് ജീവിക്കുന്നു എന്നൊരു വെളിപ്പാട്. ഈ വെളിപ്പാടിനകത്ത് ഒരു തലമുറ കയറി നിൽക്കാൻ പറ്റിയാൽ ഞാൻ പറയാം, അവനെ വെച്ച് ദൈവം പട്ടണങ്ങളെ കീഴടക്കിയിരിക്കും, അവനെ വെച്ച് ദേശം പിടിച്ചിരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാ. ഈ സൂമിനകത്തുള്ളവരുടെ സ്വപ്നം വലുതാ. നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ ഞാൻ പറയാം, ആ സ്വപ്നം തന്നത് അതിനേക്കാൾ വലിയ ദൈവമാണ്, അതിനേക്കാൾ വലിയ ദൈവമാണ് നിങ്ങൾക്ക് ഈ സ്വപ്നം തന്നതെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ സ്വപ്നത്തിന്റെ കൂടെ എന്റെ ദൈവം നിൽക്കും. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാണ്. വീണ്ടും ഞാൻ ആ വചനം ഒന്നും കൂടെ പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും. ഇന്ന് ഈ പ്രഭാതത്തിനകത്ത് 23 ഏപ്രിൽ 23 ഈ വചനത്തിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റിയാൽ, ഈ വചനത്തിന്റെ വെളിപ്പാടിനകത്ത് നിങ്ങൾക്ക് നടക്കാൻ പറ്റിയാൽ എഴുതി വച്ചോ, ഇന്ന് മുതൽ നിന്റെ പരാജയങ്ങളെല്ലാം ദൈവം പൊളിച്ചു കളയും. ഇന്ന് മുതൽ നിന്റെ പരാജയങ്ങളെല്ലാം പൊളിച്ചു കളയും. ഇന്ന് മുതൽ ചിലരുടെ പരാജയങ്ങളെല്ലാം പൊളിച്ചു കളയും. ഇന്ന് പാൽക്കാലം ചില വീടുകൾക്കകത്ത് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ചില വീടുകളെ ദൈവം പണിയട്ടെ. ചില ബിസിനസ് പരമായി പൊളിഞ്ഞു നിൽക്കുന്ന ചിലരെ ദൈവം പണിയട്ടെ. ഞാൻ പേര് പറയുന്നില്ല, വിളിക്കുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ
പൊതുവെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. എവിടെയൊക്കെയോ പൊളിഞ്ഞു നിൽക്കുന്ന, പ്രത്യേകിച്ച് ഇത് ഞാൻ പറയുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ മേൽ വലിയ സൗഖ്യങ്ങൾ ഇന്ന് കർത്താവ് അയക്കട്ടെ. ചില തലമുറകളുടെ മേൽ വലിയ സൗഖ്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ രക്തസംബന്ധമായി വന്ന ചില രോഗബന്ധനങ്ങൾ, ചില നട്ടല് സംബന്ധമായി വന്ന രോഗബന്ധനങ്ങൾ, ഒരു വീഴ്ച വീണ്, ഇതിനകത്ത് പൊതുവായി ഒരു വീഴ്ച വീണ് നട്ടലിന് വല്ലാതെ ക്ഷതമേറ്റ്, കാലുകൾക്ക് വല്ലാതെ വേദനയേറ്റ് കേൾക്കുന്ന ആരോ ഈ സൂമിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. നട്ടല് സംബന്ധമായി കാല് വേദനയായി വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല. രണ്ടാമത് എൻ്റെ അടുത്ത് കർത്താവ് പറയുന്നു, സ്ട്രോക്ക് പോലെ വരുത്താൻ നിൽക്കുന്ന പിശാചിന്റെ ചില തന്ത്രങ്ങൾ ഇന്ന് രാത്രി ദൈവം പൊളിച്ചു കളയുക. 2-3 മേഖലകളിൽ ഇന്ന് കർത്താവ് സൗഖ്യം അയക്കുന്നത്. 1, നട്ടല് സംബന്ധമായി കാല് വേദനയുമായി. 2, സ്ട്രോക്ക് സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി പിശാച് വെച്ചിരിക്കുന്ന ചില മെയിൻ പ്രോജക്റ്റുകളെ. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ വീടിനകത്ത് കയറാൻ പൈശാച് മരണത്തെ വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നിന്റെ വീട്ടിൽ മരണമല്ല കയറാൻ പോകുന്നത്. നിന്റെ വീട്ടിനകത്ത് ഒരു ജയത്തിന്റെ ആഘോഷം, ഒരു പാതാളത്തെ ജയിച്ച ജയത്തിന്റെ ആഘോഷം ഇന്ന് രാത്രി ഇതിനകത്ത് കയറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സൂമിനകത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിനു പാസ്റ്റർ ഞാൻ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. കുടുംബമായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബിനു വർഗീസ്, നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന ഓരോ ദേവദാസന്മാരെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിന് കൊടുക്കാനുള്ള അപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. ബിനുജ വിശ്വസിക്കുക, ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ദൈവം ചില അപ്പം നൽകും. അപ്പം ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നു, ഇതുവരെ തിന്നിട്ടില്ലാത്ത ചില അപ്പം, ആർക്കും കൊടുത്തിട്ടില്ലാത്ത സ്വർഗത്തിലെ മന്ന ദൈവം ഈ സീസണിൽ നിങ്ങളുടെ മേൽ തരും. ഒരു തലമുറയുടെ വിശപ്പടക്ക, ഒരു തലമുറയുടെ വിശപ്പടക്ക ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾക്കകത്ത് ദൈവം നിങ്ങളെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ സൂമിനകത്തോട്ട് വിളിച്ച ഒരു അഭിഷക്തനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ എന്നെ ദൈവദാസന്മാർ ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങളെല്ലാം ഞാൻ ഓണർ ചെയ്യുന്നു. കാരണം നിങ്ങൾ ഞങ്ങളെക്കാളും മുമ്പിലാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ തലമുറയിൽ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അനു എന്നൊരു പേര്, കാരണം അത് വെറൈറ്റി പേരാ, അങ്ങനെ ഒരു പേര് കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ആ ദേവദാസനെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ച നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം, ഇല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ വെച്ച് കാണാം. എന്തായാലും നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. ശുശ്രൂഷയ്ക്ക് വിളിച്ച ദേവദാസനും ഈ സൂമിനകത്ത് എന്നെ കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ അഭിഷിക്തന്മാരോടും, പ്രത്യേകിച്ച് സൗമൽ പാസ്റ്റർ, ഡാനിയൽ പാസ്റ്റർ, മോൻസി പാസ്റ്റർ, സൗമൽ അച്ചാൻ, സോനി അബ്രഹാം, ഈ വീഡിയോ ഓണാക്കിയിരിക്കുന്ന മോൻസി പാസ്റ്റർ, ഇതിനകത്തിരിക്കുന്ന ടി.എ. വർഗീസ് പാസ്റ്റർ, PC വർഗീസ് പാസ്റ്റർ, പാസ്റ്റർ ജോർജ്, എല്ലാ അഭിഷിക്തന്മാരെയും നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ അഭിഷേകം വലുതാണ്. ഒരു പിതാക്കന്മാർ ചുമന്നുകൊണ്ട് നടക്കുന്ന പുതപ്പ് വലുതാണ്. അതൊരു തലമുറയ്ക്ക് പകരാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം തരികയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. താങ്ക് യു, ഗോഡ് ബ്ലസ് യു.